ഇനി സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ നോക്കണേ. EVAയും ഡ്യൂപോണ്ടും വരുന്ന പിന്നെ ഇന്റർപ്രിട്ടേഷനൊക്കെ വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. വെറുതെ അങ്ങനെ EVAയും ഡ്യൂപോണ്ടും മാത്രം എഴുതി വെച്ചാൽ മാർക്ക് എന്ത് ചെയ്യില്ല, കറക്റ്റ് കിട്ടൂല. എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ഉള്ളതെന്നൊന്ന് വായിക്കാം. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം ബിഫോർ ടാക്സ് ആണല്ലോ, എത്ര? 1,20,000 ബിഫോർ ടാക്സ് ആണ് അല്ലേ. ഓക്കെ, നമുക്ക് അതിൽ എന്ത് ടാക്സ് ലെസ് ചെയ്താൽ കിട്ടുന്ന നോ പാറ്റ് അല്ലേ, നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ 1,20,000 എന്ത് കുറച്ചാൽ മതി, ടാക്സ് കുറച്ചാൽ മതി. ടാക്സ് എത്ര ശതമാനമുള്ളത്? 25%. 25% ടാക്സ് കുറച്ചാൽ എന്ത് കിട്ടും? നോ പാറ്റ് കിട്ടും. ഓക്കെ, പിന്നെ സെയിൽസ് ഉണ്ട് 12 ലക്ഷം, ടോട്ടൽ അസറ്റ് ഉണ്ട് 8 lakh, പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉണ്ട് 4 lakh, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആഫ്റ്റർ ടാക്സ് 20% സത്യത്തിൽ. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ ടാക്സ് റേറ്റ് 25 ഉണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റിയും കൂടെ കൂടുന്നത്. വാക്ക് ഉണ്ട് എത്ര പെർസെൻറ്റേജ്? 10% ഒക്കെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അനലൈസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി, ROE കാണാനാണ് പറഞ്ഞത്. യൂസിങ് ഡ്യൂപോണ്ട്. ROE ആണെങ്കിൽ എന്താ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഡ്യൂപോണ്ട് വെച്ച് ചെയ്യണമെങ്കിൽ എന്താണ് ഇക്വേഷൻ? പറയും ROE ഈസ് ഈക്വൽ ടു പറയും നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇൻറ്റു പിന്നെ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇൻറ്റു ഏതാണ്, ക്യാപിറ്റൽ ഇക്വിറ്റി മൾട്ടിപ്ലയർ. ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ് രണ്ടും തന്നെയാണ്. അപ്പോൾ ആ ഇക്വേഷനാണിത്. തന്നെ ഇക്വേഷൻ ഡ്യൂപോണ്ട് അനാലിസിസ് ഈക്വൽ ടു വൈക്ക് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു പറയും അസറ്റ് ടേൺ ഓവർ ഇൻറ്റു ഇക്വിറ്റി മൾട്ടിപ്ലയർ. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സിനാൻ്റെ 30 പിന്നെ എഴുതാം, ശ്രദ്ധിക്കും. അടുത്ത് സെയിൽസ് ഡിവൈഡഡ് ബൈ, സംഗതി മെയിനാണ്, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത, പക്ഷേ ക്ലാസ്സിൽ ഒന്നുമില്ല. അസറ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്, സെയിൽസ് ഡിവൈഡഡ് ബൈ അസറ്റ്, പിന്നെ അസറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. നമുക്കറിയാം ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അസറ്റ് കട്ടാക്കി സെയിൽസ് കട്ടാക്കി. അപ്പോൾ ഇക്വേഷൻ എന്താ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇതാണ് ROE കാണാനുള്ള ഇക്വേഷൻ. പക്ഷേ ROE ഒന്നുകൂടെ കോംപ്രഹെൻസീവായി ഇലാബറേറ്റ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, ഡ്യൂപോണ്ട്. ഇനി ഒന്ന് നോക്കാമല്ലോ, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, എത്ര എമൗണ്ട്? ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് എത്ര ഉള്ളത്? തന്നിട്ടില്ല, കാണണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിന് വർക്ക് നോട്ട് കൊടുക്കണല്ലോ, സാറ് കൊടുത്തിട്ടില്ല. ഒരു എമൗണ്ട് കൊടുക്കണം. നെറ്റ് പ്രോഫിറ്റ് അതോ പാറ്റ് അല്ലേ? വർക്കിംഗ് നോട്ട് നമ്പർ ഏതാക്കാം? 2 ആയിട്ട് കൊടുക്കണ്ടേ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ, നെറ്റ് പ്രോഫിറ്റ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തന്നിട്ടുണ്ട് അല്ലേ. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അല്ലേ, എത്രയാണ്? 1,20,000. ആദ്യം എന്ത് ലെസ് ചെയ്യണം? ടാക്സ്. ഓക്കെ അല്ലേ, കാരണം ഓൾറെഡി ഇൻട്രസ്റ്റ് ബിഫോർ ടാക്സ് അല്ലേ തന്നല്ലേ. ആയിക്കോട്ടെ, ബിഫോർ ഇൻകം ടാക്സ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ് എന്നുള്ള. പിന്നെ ഇനി എന്ത് ചെയ്യണ്ട, അല്ല ഒന്നും ചെയ്യാം. ബിഫോർ ടാക്സ് ആയിട്ട് തല കുത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നായിക്കോട്ടെ, അങ്ങനെ തന്നെ ചെയ്യാം. 20,000 ഡിവൈഡഡ് ബൈ എത്രയാണ് പെർസെൻറ്റേജ്? ടാക്സ് റേറ്റ് 25. അപ്പോൾ 75 ഇൻറ്റു ഏതാണ് 100. അപ്പോൾ ഇത് 26,666 വരും. കാൽക്കുലേഷൻ എളുപ്പം. ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്തെന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഇപ്പോൾ ഏത് മാത്രം കുറയ്ക്കാം? ടാക്സ് മാത്രം കുറയ്ക്കാം. ഓക്കെ അല്ലേ? എത്ര പെർസെൻറ്റേജ് ടാക്സ്? ഇതിൻ്റെ ടാക്സ് മാത്രം എത്ര? 25%. ലെസ് ചെയ്ത് എത്ര വരും? ഇപ്പോൾ ലെസ് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 30,000. ഇപ്പോൾ 90,000 ആണ് ഏത് വരാം? പ്രോഫിറ്റ് ബിഫോർ ടാക്സാ, ഇൻട്രസ്റ്റ്. അഥവാ അതേതാണ്, നോ പാറ്റാണ്. കറക്റ്റ്. മോള് കണ്ടിട്ടില്ല, രണ്ടും കൂടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയാൽ മതി. ഞാൻ വിചാരിച്ചെന്ത് പാറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ അലക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ലെസ് ചെയ്യാം? അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്യാം. കുഴപ്പമില്ലല്ലേ? 20,000. ഞാൻ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റ് ആഫ്റ്റർ തന്നത്. അപ്പം ഇനി കുഴപ്പമില്ല ലെസ് ചെയ്താൽ. കാരണം ഈ ഇൻട്രസ്റ്റിൽ നിന്ന് ടാക്സ് ഓൾറെഡി എന്താണ്, സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് ലെസ് ചെയ്തിട്ടല്ലേ ടാക്സ് ലെസ് ചെയ്യുക, അങ്ങനെയല്ല നിങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ അപ്പം ഇൻട്രസ്റ്റിൻ്റെ മുകളിലും കൂടെ ടാക്സ് ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓൾറെഡി എന്ത് ചെയ്താണ്, ടാക്സ് ആഫ്റ്റർ ആണ്. അതാണ് ഇവിടുത്തെ ടിസ്റ്റ്. അതാവും സെക്കൻഡ് കയ്യിൽ നിന്ന് പോയിണ്ടാവുക. യെസ്. അപ്പോൾ എത്ര വരും? 90,000 മൈനസ് 20 എത്ര വരും? 70,000 വരും. ദിസ് ഈസ് വാട്ട് ഈസ് പാറ്റ്. പോട്ടെ, മുകളിൽ പാറ്റ് എഴുതി
70,000. പിന്നെ അവിടെ ഞാൻ പറഞ്ഞു ഒറ്റ സ്ട്രെച്ചിൽ ഡിവൈഡ് ബൈ ഏതാണ് നോക്കി പറയണം കേട്ടോ. 2 lakh ആണ് സെയിൽസ് അല്ലേ, സെയിൽസ് 2 lakh ആണ്. പിന്നെ അസറ്റ് എത്ര 8 ലക്ഷം. പിന്നെ ഇക്വിറ്റി എത്ര 4 ലക്ഷം. ഒന്നും നോക്കണ്ട, കറക്റ്റ് അല്ലേ? കറക്റ്റാ, ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 17.49 കിട്ടും. ഓക്കെ അല്ലേ? 17.50 ആക്കാം. പക്ഷെ ആക്കാൻ പറ്റുമോ? ആക്കിയിട്ടുണ്ട് ഇവിടെ ടെക്സ്റ്റിൽ സജസ്റ്റഡിൽ. പക്ഷെ സജസ്റ്റഡിൽ ആക്കിയെന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് 17.50 ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ഒരു സ്ലാഷ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഓറെന്ന് പറഞ്ഞിട്ട് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ. അപ്പോൾ ROE കിട്ടുക എത്രയാണ്? 17.5. എന്താ ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടുള്ളത്? സ്പെസിഫിക് അല്ലേ? സ്പെസിഫിക് ആണ്. എന്താ? ROE കാണാൻ, വേറെ ഒന്നും പറഞ്ഞില്ല. ഡ്യൂപോണ്ട് ഉപയോഗിച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നോട്ടിൽ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ഉറപ്പുണ്ടാവും. ഒക്കെ ഓരോ ഇക്വേഷൻ എടുത്തിട്ട് ഓരോന്നിനും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് നോക്കിയിട്ട് കാണേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇതിങ്ങനെ മനസ്സിലായ? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വേറെ കാണാം, സെയിൽസ് ടേൺ ഓവർ റേഷ്യോ വേറെ കാണാം, ഇക്വിറ്റി മൾട്ടിപ്ലയർ വേറെ കാണാം. അങ്ങനെ ചെയ്യേണ്ടി വരും ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ തൽക്കാലം ഒക്കെ കൂടാണ്ട് ചെയ്തു മക്കളപ്പോൾ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ട? ഇക്കണോമിക് വാല്യൂ ആഡർ ആണ്. മാത്രമല്ല അതിൽ ഇന്റർപ്രറ്റ് വെദർ ദ കമ്പനി ഈസ് ക്രിയേറ്റിംഗ് ഓർ ഡിസ്ട്രോയിങ് ദ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. അതോ ഷെയർ ഹോൾഡേഴ്സിനെ ഹാപ്പി ആക്കുന്നുണ്ടോ ഇല്ലേ എന്നും കൂടെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇക്വേഷൻ എന്താ കാണാനുള്ള? EVA നോ പാറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഏതാണ്? വാക്ക്. നോ പാറ്റ് എത്ര? 90,000. പിന്നെ വാക്ക് എത്രയാണ്? 10% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡിൽ ഏതൊക്കെ എടുക്കും എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ഉണ്ടാവും ക്യാപിറ്റൽ എംപ്ലോയിഡ്? ഇക്വിറ്റി ഉണ്ടാവും, പിന്നെ ഏതുണ്ടാവും? ഡെപ്റ്റ് ഉണ്ടാവും. ഒക്കെ കൂടെയുള്ള എമൗണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ 30,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഇതാ സജസ്റ്ററിൽ കൊടുത്താണ്. EVA എത്ര വന്നിട്ടുണ്ട്? 30,000 എന്താണ്? പോസിറ്റീവ് ആണ്. ഗുഡ് അല്ലേ? എന്നിട്ട് എന്താ വായിക്കും എല്ലാവരും? സാഗർ ലിമിറ്റഡ് ഈസ് ക്രിയേറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? എന്താ അങ്ങനെ പറഞ്ഞത്? ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ നോക്ക്. ഷെയർ ഹോൾഡർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇത്ര 6 ലക്ഷം അങ്ങനെ വിചാരിക്കുക. അതിന് ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇക്വിറ്റിയും പിന്നെ ഡെപ്റ്റും ഉൾക്കൊള്ളും. കോംപ്രഹെൻസീവ് ഇതാണ് നമ്മൾ പറഞ്ഞത്. അത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഫണ്ടിന് നമ്മൾ എന്തായിട്ട് കാണും? ഇക്വിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കാണും. വിച്ച് മീൻസ് ലോങ് ടേം ഫണ്ട് അപ്രോച്ച് എന്നതിന് പറയാം. അപ്പോൾ മൊത്തം 6 ലക്ഷം റുപ്യാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻവെസ്റ്റ് ചെയ്ത്. അതിൻ്റെ 10% 60,000 നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അവരെ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ദ കമ്പനി ജനറേറ്റ് വായിക്ക് 30,000 എക്സസ് റിട്ടേൺ ഓവർ ദ എബോവ് മിനിമം റിക്കോർഡ് റിട്ടേൺ. അല്ലെ, മിനിമം റിക്കോർഡ് റിട്ടേൺ എത്രയാ? 60,000. ഓക്കെ അല്ലേ? അതിന് മുകളിൽ എത്ര ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? 90,000. മുകളിൽ പറയുമ്പോൾ 30,000. ദിസ് ഇൻഡിക്കേറ്റ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ക്രിയേഷൻ ഫോർ ഷെയർ ഹോൾഡേഴ്സ്. ഇത് എഴുതി വെക്കണം, അല്ലെങ്കിൽ കിട്ടൂല. ഓക്കെ അല്ലേ? ലാസ്റ്റത്തെ എന്താ പറയുന്നത് ക്വസ്റ്റ്യൻ മക്കളെ? പറയൂ. ഡിസ്കസ് റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂപോണ്ടും ROE തമ്മിലുള്ള എന്ത് ചെയ്യണം? EVA അല്ലെ? ഡ്യൂപോണ്ട് വിച്ച് മീൻസ് ഡ്യൂപോണ്ടും EVയും തമ്മിൽ. ROE ഡ്യൂപോണ്ട് ROE എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് തന്നെയാണ്. EVയും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. നോക്കൂ, ROE എത്രയുള്ളത്? 17.5%. റിട്ടേൺ കിട്ടിയത് അത് ഏതിനേക്കാൾ കൂടുതലാണ്? വാക്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര രൂപ ജനറേറ്റ് ചെയ്യാൻ പറ്റിയുള്ളത്? 30 രൂപ EVA ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? നിങ്ങളുടെ ROE ഏതിനേക്കാൾ താഴെയാണെന്ന് വിചാരിക്കുക. വാക്കിനേക്കാൾ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് EVA ഉണ്ടാവില്ല. അപ്പോൾ അതൊരു റിലേഷൻഷിപ്പാണ്. ഓക്കെ അല്ലേ? എത്ര പെർസെൻറ്റേജ് ആണ്? ബൈ 7.5% എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 7.5%നെ ക്രിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഡിനോട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇത് 30,000. ക്ലിയർ അല്ലേ? അപ്പോൾ EVA എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇക്വേഷൻ, മറ്റൊരു ഇക്വേഷൻ പറഞ്ഞതാ? EVA ആണുള്ള ഇക്വേഷൻ എന്താ? കാണിച്ചരാം. EVA ആണുള്ള ഇക്വേഷൻ എന്താ? നോ പാറ്റ് അല്ലേ, മൈനസ് ഏതാ പറയൂ? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഏതാണ്? വാക്ക്. ക്ലിയർ? ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നോ പാറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഏത് പെർസെൻറ്റേജിനാണ്? ROE-നാണ്. ഓക്കെ അല്ലേ? ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഏത് പെർസെൻറ്റേജാണ്?
10%. പിന്നെ ഇതിന് പെർസെൻറ്റേജിന് ഈക്വൽ, അത് ഈ 17 നോ പാറ്റ് എത്ര എമൗണ്ട് ഉള്ളത്? 90,000 അല്ലേ അല്ലേ? മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇൻറ്റു ബാക്കി എത്ര? 30,000 അല്ല 60,000 അല്ലേ? അപ്പോൾ ഈ 10%-ന് ഈക്വൽ ആയിട്ടുള്ള സാധനമാണ് ഇത് 60,000. ഈ 90ക്ക് ഈക്വൽ ആയിട്ടുള്ള സാധനമാണ് 17.5%. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ 17.5% എങ്ങനെ വന്ന് നമ്മുടെ നോ പാറ്റ് കാണാനുള്ള ഈ ROE കാണാനുള്ള ഇക്വേഷൻ എന്താ? ഇതിൽ സെയിൽസൊക്കെ വെട്ടിയാൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഏതാണ്? ഡിവൈഡ് ബൈ ഇക്വിറ്റി അല്ലേ? അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസത്തെ എത്ര പറയാം? 7.5%. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എമൗണ്ടാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഏതായിട്ട് വരിക? 30,000 വരിക. ഓക്കെ അല്ലേ? അങ്ങനെയൊക്കെ എഴുതി വെക്കണം എന്നില്ല, എന്നാലും നമ്മുടെ സമാധാനത്തിന് എഴുതി വെക്കാം. ക്ലിയർ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നോ പാറ്റും ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഒക്കെ എമൗണ്ടിൽ പറയുന്നതിന് പകരം നമ്മൾ പെർസെൻറ്റേജിൽ പറയാം. ഇവിടെ എങ്ങാനും എന്ത് ചെയ്യണം? ഈ എമൗണ്ട് നോ പാറ്റ് കുറവാണ്. നിങ്ങൾ ആലോചിക്കുമ്പോൾ നോ പാറ്റ് ഇവിടെ എത്ര എന്ന് വിചാരിക്കുക? 10% വിചാരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ 10%-ന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഏതാ? 60,000 ആയിരിക്കും. അപ്പോൾ ഏതുണ്ടാവില്ല? EVA ഉണ്ടാവില്ല. 9% ആണെങ്കിൽ EVA ഉണ്ടാവില്ല. നെഗറ്റീവ് EVA എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ഓക്കെ അല്ലേ? നെഗറ്റീവ് ആണെങ്കിൽ EVA ഇല്ല, 0 EVA അങ്ങനെയാണ് പറയാം. അപ്പോൾ ഓക്കെ അല്ലേ? ദെൻ അടുത്തതാ ഭയങ്കര രസമുള്ളൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ അടിപൊളി സാധനം ഏതാ? ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ അല്ലേ? ലേണിംഗ് കർവ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. വായിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിത്? ഇല്ല, എന്നൊന്ന് വായിച്ചു നോക്കി എല്ലാവരും പെട്ടെന്ന്. സമയമൊന്നും ഡിസ്കഷനൊന്നും വേണ്ട, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞു, ടാസ്കൊക്കെ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തു തരേണ്ട ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പറല്ല, അടുത്ത ഏത് ക്വസ്റ്റ്യൻ 8A. വെരി ഓക്കെ അല്ലേ? വായിച്ചല്ലേ നിങ്ങൾ? ഞാൻ വായിച്ചാട്ടെ. ഫുൾ ഡിസ്കഷൻ മാഷപ്പ് ചെയ്യും കേട്ടോ. ഇതിൽ ആൻസറിൽ പോകുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധിച്ചിരിക്കണേ. ന്യൂ ടൈപ്പ് സെയിലിംഗ് ബോട്ടാണ്. നമ്മൾ ബോട്ടുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വലുത് ചെയ്തിരുന്നു, അതിൻ്റെ ചെറിയൊരു വേർഷൻ മാത്രം അതിലുള്ളത്. ദേ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ആൻ ഇനിഷ്യൽ റൺ ഓഫ് 30 ബോട്ട്. അപ്പോൾ ഓൾറെഡി 30 ബോട്ട് കിട്ടിയിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ ഫസ്റ്റ് ഉണ്ടാക്കിയത് എത്രയാണ്? ഒരെണ്ണത്തിന് ഈക്വലാണ് 30. ഇനി 2 എന്ന് പറഞ്ഞാൽ ഏതാവും? 60. അപ്പൊ 30 വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നുള്ള അസംഷനിൽ എത്തിക്കൂടെ? അതെങ്ങനെ മനസ്സിലായി? അസംഷൻ വേണ്ട, റണ്ണ് പറഞ്ഞ ഒരു ബാച്ചിന്റെ സൈസാണ്. ഓക്കെ, റണ്ണ് പറഞ്ഞ ഏതാണ്? ബാച്ചിന്റെ സൈസാണ് ഏത്? റൺ. അപ്പൊ ഇവര് 30 വെച്ചിട്ട് ഉണ്ടാക്കുള്ളൂ. അപ്പൊ അടുത്തവരുണ്ടാക്കുക എത്രയാണ്? 30, 60. പിന്നെ എത്ര ഉണ്ടാക്കുക? 120 അല്ലെ? 60ന്റെ ഡബിള്. ഓക്കെ അല്ലേ? ദെൻ 120 ഡബിൾ ആകുമ്പോ എത്ര വരിക? 240. അങ്ങനെ പോകില്ലേ? ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ലേണിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് ഇവിടെ ഉള്ളത്? താഴത്തെ എന്നുള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെ and 80% learning curve is thought through to be pertinent in this case. അഥവാ ഇൻഡസ്ട്രിയിൽ ഇവർക്ക് 80% ലേണിംഗ് റേറ്റ് ഉള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ 20,000 ഉണ്ട്. അപ്പൊ എത്ര ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 20,000? 30 അല്ലേ? അപ്പൊ ഒരെണ്ണത്തിന് എങ്ങനെ കാണാം? 20,000 ഡിവൈഡഡ് ബൈ 30 എത്ര വരും?
പറയേ. 666.6667 ഇങ്ങനെയൊക്കെ ആക്കാം. ഇത്രയാണ് വരിക നെറ്റ് വീരിയൽ ഒരു ബോട്ടിൽ. ഓക്കെ അല്ലേ? ഇതിനടുത്ത് ഡയറക്ട് ലേബർ എത്ര? 24,000 ആണ്. ഡയറക്ട് ലേബർ പെർ യൂണിറ്റ് ആവില്ല. എന്തിലാ കാണാം? ഹവറിലാ കാണാം. ഓക്കെ ആണോ? അപ്പൊ ഹവർ എത്രയെന്ന് അറിയോ? ഹവർ കാണാനുള്ള വല്ല ഒപ്പുണ്ടോ? ടൂളിംഗ് കോസ്റ്റ് ഉണ്ട് അടുത്ത്. റീയൂസബിൾ ആണ് 3000 രൂപ. റീയൂസബിൾ ആണ്. അത് ഓൾറെഡി ആ കോസ്റ്റ് കഴിഞ്ഞു. ആ കോസ്റ്റ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത് ഉണ്ടാക്കുമ്പോൾ എന്ത് വേണ്ട? മനസ്സിലായോ? ഒരു ടൂളാണ്. 30 ഉണ്ടാക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. ആ ടൂൾ ഇനി നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് ഇറലവന്റ് കോസ്റ്റ് ആണ്. ഇത് കോസ്റ്റാന്ന് വെച്ചാൽ ഇറലവന്റ്. നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ഒക്കെ പറയില്ലേ, അതുപോലെ അത് എടുക്കണ്ട, ഇറലവന്റ് ആണ്. അടുത്ത് വേരിയബിൾ ഓവർഹെഡ്. വേരിയബിൾ ഓവർഹെഡ് എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക? വേരിയബിൾ ഓവർഹെഡ് എങ്ങനെ കിട്ടുന്നുണ്ടാവുക? ഹവർ റേറ്റ് ഇൻറ്റു ഹവർ, അങ്ങനെ കിട്ടുന്നുണ്ടാവും. അപ്പോ 3000 ഡിവൈഡഡ് ബൈ 0.5 വെച്ചാൽ അവർ കിട്ടും. കിട്ടിയ 6000 മണിക്കൂർ. ഒരു മണിക്കൂറിന് 50 പൈസ വെച്ചിട്ടാണ് എത്ര വന്ന്? 3000. 3000 ഡിവൈഡ് ബൈ 0.5 വെച്ചാൽ എത്ര കിട്ടും? 6000 കിട്ടും. സെറ്റ് അല്ലേ? അപ്പൊ ഹവർ കിട്ടിയില്ല, 6000 ആണ്. നല്ല മുത്തുമണികളെ. വാരിയബിൾ ഓവർഹെഡിന്റെ മുകളിൽ നമുക്ക് അത് കാണാൻ പറ്റും. ഫിക്സ്ഡ് ഓവർഹെഡ് ഉണ്ട് കണക്ഷൻ. ഓക്കെ അല്ലേ? 3000. അപ്പൊ എങ്ങനെ കാണാം? 3000 6000 അവർ കിട്ടിയില്ലേ? മനസ്സിലുണ്ടാവട്ടെ. അപ്പൊ ഡയറക്ട് ലേബർ കോസ്റ്റ് കാണാം. എങ്ങനെയാണ്? 24,000 ഡിവൈഡ് ബൈ 6000 എത്ര വരും? ഇതൊക്കെ ഞാൻ അടിയിൽ വർക്കിംഗ് നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 പെർ ഏതാണ്? ഹവറാണ്. ക്ലിയർ? ഇനി വാരിയബിൾ കോസ്റ്റ് ആയി ഫിക്സ്ഡ് കോസ്റ്റ് എത്ര തന്നിട്ടുണ്ട്? എമൗണ്ട് 6000 തന്നിട്ടുണ്ട്. ഈ ഫിക്സ്ഡ് കോസ്റ്റും ഇവിടെ അബ്സോർബ് ചെയ്യുന്ന ഏത് ബേസിലാ? ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങനെ ഇപ്പൊ 6000 തരാം? അപ്പൊ 12,000 അവർ വരില്ലേ? അപ്പൊ ഒരു കോൺട്രാഡിക്ഷൻ അല്ലേ? അവർ മാറില്ലല്ലോ. നമുക്ക് ഓർമ്മല്ലേ? ഫിക്സ്ഡ് ഓവർഹെഡ് ആണെങ്കിലും വാരിയബിൾ ഓവർഹെഡ് ആണെങ്കിലും അബ്സോർപ്ഷൻ ലേബർ ഹവർ ബേസ് ചെയ്തിട്ടാണ്. ഏതിനൊക്കെ ലേബർ കോസ്റ്റ് ഡ്രൈവർ ആണ്? ലേബർ കോസ്റ്റ് കാണാനും വാരിയബിൾ ഓവർഹെഡ് കാണാനും ഫിക്സ്ഡ് ഓവർഹെഡ് കാണാനൊക്കെ ഒരേ എന്താണ്? ലേബർ അവർ. അപ്പൊ ഇത് ഏതായിരിക്കും? ഇവിടെ 1 വരേണ്ടി വരും. ഓക്കെ അല്ലേ? മുസ്ലിം മിസ്റ്റേക്ക് ആയിരിക്കും. എനിക്കറിയില്ല, അങ്ങനെ ആവില്ല, അതിപ്പോ പറ്റില്ല. ഓക്കെ അല്ലേ? 1 രൂപ വരണം, അപ്പോഴേ ശരിയാവുള്ളൂ. അപ്പൊ കറക്റ്റായി 6000 ഇൻറ്റു. മക്കളെ ഒന്നുകൂടെ പറഞ്ഞു തരണം. ഡയറക്ട് ലേബർ എങ്ങനെ കിട്ടി? 6000 ഇൻറ്റു 4. അങ്ങനെയാണ് എത്ര വന്ന്? 24,000. പിന്നെ വാരിയബിൾ ഓവർഹെഡ് എങ്ങനെ വന്ന്? 6000 ഇൻറ്റു എത്ര? 0.50. അങ്ങനെയാണ് എത്ര വന്ന്? 3000. ഫിക്സ്ഡ് ഓവർഹെഡ് എങ്ങനെ വരിക? 6000 ഇൻറ്റു എത്ര വരണം? 1 വന്നാലല്ലേ 6000 കിട്ടുള്ളൂ. അപ്പം അതാണ് ലോജിക്കലി ആവേണ്ടത്. ടെക്സ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളായിരിക്കും. ഓക്കെ, നമ്മൾ ശരിയാക്കും തന്നെ. നമ്മൾ പറഞ്ഞ The firm has been asked to build an prospective contract. പുതിയ കോൺട്രാക്ട് വന്നിട്ടുണ്ട്. എത്ര ബോട്ട് ഉണ്ടാക്കണം? 90. അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ട, 30 ഓൾറെഡി ഉണ്ടാക്കി. പ്ലസ് 90 എന്ന് പറയുമ്പോൾ എത്ര വരും? 120. അപ്പൊ ഡബിൾ ഇങ്ങനെ ചെയ്താൽ പറ്റുമോ? ഡബിളിങ് വേണോ ഇക്വേഷൻ വേണം? ഡബിൾ ചെയ്യാൻ പറ്റും. കാരണം 30 ഡബിൾ ചെയ്ത് എത്രയായി? 60. ഡബിൾ ചെയ്ത് എത്രയായി? 120. അപ്പൊ 120ന്റെ സമയം 30ന്റെ സമയത്തിന് ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ സമയം കിട്ടും 90 കിട്ടും. പറ്റുമോ? നിങ്ങൾ പറഞ്ഞ 30 പ്ലസ് എത്രയായി? 60 പ്ലസ് എത്രയായി? 120. ഓൾറെഡി 30 എണ്ണത്തിനുള്ള ഹവർ നമുക്ക് അറിയാം. എത്രയാണ്? 6000. ഇനി നമുക്ക് ഏതിനുള്ള ഹവർ എക്സ്ട്രാ അറിയണം? 90. 90 പറഞ്ഞ 30ന്റെ മുകളിലുള്ള 90. അപ്പൊ 120 കണ്ടിട്ട് ടൈം ഫോർ 120 മൈനസ് ടൈം ഫോർ 30 കണ്ടാൽ എന്ത് കിട്ടും? ടൈം ഫോർ 90 കിട്ടും. കിട്ടൂലേ? യെസ്. ഭാഷത്ത് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക വായിച്ചിട്ട് ഇങ്ങനെ. ഓക്കെ അല്ലേ? യെസ്, മാഷാഅല്ലാഹ്. ദെൻ അടുത്തതാ ലേണിംഗ് റേറ്റ് കറവിന്റെ എത്ര %? 80%. The marketing director believes that the quotation is unlikely to be accepted if exceed 1,10,000 as the company its work believe that the contract is vital. അത് പറയണെന്ന് വെച്ചാല് ഈ 1,10,000 റുപ്യക്ക് ഇത് എടുക്കുന്നത് ലാഭകരമാവുമെന്ന് ചോദിക്കുന്നത്. അതോ ഈ 90 ബോട്ടില്ലേ അത് ഉണ്ടാക്കി കൊടുക്കാൻ കിട്ടിയ കോൺട്രാക്ട് പ്രൈസ് എത്രയാ പറഞ്ഞത്? 1,10,000. വിച്ച് മീൻസ് നമ്മുടെ സെയിൽസ് വാല്യൂ എത്രയാണ്? 1,10,000. അതിന് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം.
അതാണ് സംഭവം. സെയിൽസിന് എന്ത് കുറച്ചാൽ മതി? വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക, പിന്നെ എന്ത് കുറയ്ക്കുക? ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ ആവും. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ടൂളിങ് റീയൂസബിൾ ആണ്, നമുക്കത് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓക്കെ അല്ലേ? ദെൻ ഫിക്സഡ് കോസ്റ്റ് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് അബ്സോർബ് ചെയ്തെടുക്കുക. കണ്ട, പെർ ഹവർ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അല്ലായിരുന്നെങ്കിൽ നമുക്കത് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അബ്സോർപ്ഷൻ റേറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്. എന്ത് ചെയ്യാണ്? അബ്സോർബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എടുക്കാതിരിക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? സിമ്പിൾ അല്ല പരിപാടി. ഇനി ടപ്പ് എന്ന് പറഞ്ഞ മാഷ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. ഇത്രേ ഉള്ളൂ. ഹെഡിങ് എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇഫ് കോൺട്രാക്ട് അക്സെപ്റ്റഡ് അറ്റ് എത്രയാണ്? 1,10,000 ഫോർ എത്രയാണ്? 90 സെയിലിംഗ് ബോട്ടിംഗ്. അപ്പോൾ എന്താണ്? സെയിൽസ് റവന്യൂ എന്നാ കോൺട്രാക്ട് പ്രൈസിന് എന്തും വിളിക്കാം. 1,00,000 എത്രയാണ്? 10,000. അതിൽ എന്ത് കുറച്ചാൽ മതി? വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതി. വാരിയബിൾ കോസ്റ്റ് കണ്ടെത്തും. വാരിയബിൾ കോസ്റ്റ് 1,00,000 എത്രയാണ്? 2,100. അതിന് നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1. യെസ്, വർക്കിംഗ് നോട്ട് നമ്പർ 1 കൊടുക്കാം. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുന്നില്ലേ? പറയും. വർക്കിംഗ് നോട്ട് നമ്പർ 1 വാരിയബിൾ കോസ്റ്റ് ഏതൊക്കെയുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾക്കറിയാലോ 90 ബോട്ടിലല്ലേ? ഒരു ബോട്ടിലിന് എത്ര രൂപയാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട് 20,000 ഡിവൈഡ് ബൈ 30 ബോട്ടിൽ ഉണ്ടാക്കുമ്പോൾ 20,000 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരെണ്ണത്തിന് എത്ര വരും? 666.67. 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 60 ആവില്ല, റൗണ്ട് ചെയ്തതാണ്. ഓക്കെ അല്ലേ? 60 ആവില്ല പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് 30,000 ഡിവൈഡഡ് ബൈ 30 തെറ്റി 20,000 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു എത്ര അടിക്കാം? 90 അങ്ങ് അടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 59,999 കിട്ടുമല്ലോ. ഓക്കെയാണോ? അപ്പോൾ അതൊന്ന് ലോജിക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് അറിയുന്നതല്ലേ. അടുത്ത ഏതാണ്? ഡയറക്റ്റ് ലേബർ അല്ലേ? ലേബർ നമ്മൾ എന്തറിയണം? ഹവർ അറിയണം. ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ലേബർ കണ്ട് നമ്മൾ പറഞ്ഞ് 6,000 ഇൻറ്റു ഏതാണ്? 4. അപ്പോൾ ഇവിടെ 6,000 ആണോ വരിക? അല്ല, അത് ഏത് യൂണിറ്റിനാണ്? ആദ്യത്തെ 30 ബോട്ടിലല്ലേ 6,000. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇതിൻ്റെ ലേണിംഗ് കർവിൻ്റെ കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. ഓക്കെ അല്ലേ? യെസ്. അതിന് മുൻപ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ലേബർ ഓവർ ഫോർ ഫസ്റ്റ് യൂണിറ്റ് 30 അല്ലേ? നിങ്ങൾ കണ്ടതാ. അപ്പോൾ വാരിയബിൾ ഓവർഹെഡ് റേറ്റ് നമ്മൾ എങ്ങനെ കാണാം? വാരിയബിൾ ഓവർഹെഡ് ടോട്ടൽ ഓവർഹെഡിനെ ലേബർ ഓവർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊത്തം എത്ര അവേഴ്സ് എന്ന് മനസ്സിലാക്കി? 6,000 അവേഴ്സാണ്. ഈ 6,000 അവേഴ്സിൽ നമുക്ക് ക്യാറ്റ് കാണാം. ഓക്കെ അല്ലേ? ആവറേജ് ടൈം. ഇത് ടോട്ടൽ അവർ അല്ലേ? ടോട്ടൽ അവർ ഡിവൈഡഡ് ബൈ ഏതാണ്? യൂണിറ്റ് അടിച്ചാൽ എന്ത് കിട്ടും? ക്യാറ്റ് ആവറേജ് കിട്ടും. മനസ്സിലായില്ലേ? 6,000 അവേഴ്സ് 30 ബോട്ടിലാണ്. അപ്പോൾ ഒരു ബോട്ടിലിന് എത്ര വരും? 200 വരും. ഇതാണ് ക്യാറ്റ്. ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ സാധനം ഏതാ? വൈകി ഇഫ് ലേണിംഗ് റേറ്റ് ഈസ് 80% പറഞ്ഞാൽ എന്താ പറയും? വെൻ പ്രൊഡക്ഷൻ ഡബിൾ ക്യാറ്റ് ഈസ് ഈക്വൽ ടു 80% ഓഫ് ദ പ്രീവിയസ് ആവറേജ്. അപ്പോൾ നമ്മുടെ കോൾ ഓർമ്മയില്ലേ? ഞങ്ങൾ വലിയ നമ്മൾ PPT വെച്ച് ചെയ്ത് യൂണിറ്റ് പിന്നെ ക്യാറ്റ് പിന്നെ ഏതാ? ടോട്ടൽ ഹവേഴ്സ്. അപ്പോൾ 30 എത്രയാവും? 60 ആവും. 60 ഡബിളായ എത്ര ആവും? 120 ആവും. ക്ലിയറേ? 30 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എന്തിനാ? ഒരു റണ്ണിൽ എത്ര ബോട്ടിലാണ്? 30 ആവും. 2 റണ്ണിൽ അപ്പോൾ എത്ര ബോട്ടിൽ? 60 ആവും. ഓക്കെ. പിന്നെ 200 അല്ലേ? ഇതിൻ്റെ ആവറേജ് എങ്ങനെ കാണാം? തൊട്ട് മുൻപത്തേതിൻ്റെ ആവറേജിൻ്റെ എത്രയാണ്? 80%. കണ്ടില്ലേ? അപ്പോൾ 200ൻ്റെ 80% എത്ര വരും? 160. കറക്റ്റ് അല്ലേ? ഇനി ഇവിടുത്തെ 120ൻ്റെ ആവറേജ് എങ്ങനെ കാണാം? തൊട്ട് മുൻപത്തെ 160ൻ്റെ എത്രയാണ്? 80% എത്ര വരും? 128 വരും. ഓക്കെ ആണോ? യെസ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ടോട്ടൽ അവർ എങ്ങനെ കാണും മക്കളെ? 30 ഇൻറ്റു 200 അടിച്ചാൽ എത്ര വരും? 6,000. അത് നമുക്ക് ഓൾറെഡി അറിയാം. 6,000 ഡിവൈഡ് ബൈ 30 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ആവറേജ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതിനടുത്ത് ഏതാ പറഞ്ഞ്? 160 ഇൻറ്റു എത്രയാ? 60. അപ്പോൾ 9,600 വരും. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 30 എണ്ണത്തിനുള്ള ആദ്യത്തെ 30 എണ്ണത്തിനുള്ള സമയമാണ് 6,000 അല്ലേ? പിന്നീടുള്ള 30 ഇല്ലേ, അതിനുള്ള സമയം എങ്ങനെ കാണുക? ഇതിൽ ലെസ് ചെയ്യുക അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി 120ൻ്റെ സമയമാണ് 1,15,360 അവർ. നമുക്ക് കാണേണ്ടത് എത്ര യൂണിറ്റിൻ്റെയാണ്? 90. ആ 90 ഏതിൻ്റെ ഉള്ളിലുള്ളതാ? 30ൻ്റെയും 120ൻ്റെയും. അപ്പോൾ 120ൻ്റെ ടോട്ടൽ ടൈമിൽ നിന്ന് ഏത് ടോട്ടൽ ടൈം എടുത്താൽ മതി? 30ൻ്റെ ടോട്ടൽ. കണ്ട, ഇൻക്രിമെൻ്റൽ അവർ പറയുമ്പോൾ എത്ര? 9,360 അവർ വരും. എന്തുണ്ടാക്കാൻ? 30ന് മുകളിലുള്ള 90 ബോട്ട് ഉണ്ടാക്കാം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? 9,360. കംഫർട്ടബിൾ അല്ലേ? ഓക്കെ അല്ലേ? സിന ഭയങ്കര കംഫർട്ടബിളാണ് ഉറങ്ങിയിട്ട്. സിനാനെ മുത്തുമണി ലേബർ ഹവർ ഒക്കെ വെറുതെ കൊടുത്താണ്, ഒന്നും വേണ്ടി വരില്ല. നമുക്ക് ഓക്കെയാണ്. ഇനി പരിപാടി കഴിഞ്ഞ് ഇതിൽ പ്രധാനപ്പെട്ട സാധനം ഇതാണ്.
ഞാൻ റിപ്പീറ്റ് ചെയ്യണ ഇവിടെ ഓക്കെ അല്ലേ? നിങ്ങൾ ഇന്നലെ ലേണിംഗ് കർവ് നോക്കിയിരുന്ന ജസ്റ്റ് ഒരെണ്ണൊക്കെ നോക്കിയാൽ ഒന്നുകൂടെ ഇതായില്ലോ. എന്നാലും കുഴപ്പമില്ല, ഇവിടുന്ന് കിട്ടും. ഈ ലേണിംഗ് കർവ് ഉള്ളപ്പോഴല്ലേ വന്നിട്ടോ? ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മൾ ടെക്സ്റ്റിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ബേസിക്സ് ആണ്, നത്തിങ് ഗ്രേറ്റ്. അപ്പോൾ 90 ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ഹവർ എത്രയെന്ന് പറഞ്ഞ് 9360. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ 9360 × 4 അടിച്ചാൽ എന്ത് കിട്ടും? ഡയറക്റ്റ് ലേബർ കിട്ടും. 9360 × 0.50 അടിച്ചാൽ എന്ത് കിട്ടും? വാരിയബിൾ ഓവർഹെഡ് കിട്ടും. അങ്ങനെ ടോട്ടൽ വാരിയബിൾ ഓവർഹെഡ് എത്ര വരും? എത്ര വരും? 1,02,120. അവിടെ എഴുതുക. ലെസ് ചെയ്ത് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ 7880 കിട്ടും. ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? ഫിക്സഡ് കോസ്റ്റ് ഇപ്പൊ അബ്സോർബ് ചെയ്യാൻ അങ്ങനെ പറ്റില്ലല്ലോ, ഒന്നല്ല വേണ്ടി അല്ലേ? അവിടെ എന്താ ആൻസർ കീ നോക്കട്ടെ, മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 എടുക്കണം ഞാൻ. വിൽ ചെക്ക്. ഫിക്സ് റോസ്റ്റ് ഇവിടെ എത്തുള്ളത് 0.50. എന്തെങ്കിലും ഒന്ന് മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മളിവിടെ 0.50 ആക്കണമെങ്കിൽ ഇപ്പൊ എന്ത് മാറ്റം വരുത്തേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായത്തിൽ? വാരിയബിൾ മാറ്റി ആ പണിയല്ലേ? ഞാൻ ഒരു പണിയട്ടെ, ആ 6000 ഉള്ളത് 3000 ആക്കിയ പോരെ ക്വസ്റ്റ്യനില്? അതാണല്ലേ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ എന്താവും? ലോസ് ആവും, ആകെ പ്രശ്നമാവും. ഓക്കെ, ഫൈനൽ ആൻസർ എന്താ ഇവര് പറഞ്ഞ? മനസ്സുനിലയിൽ പൊന്നോണങ്ങളിൽ. വെയിറ്റ് ഞാൻ ശരിയാക്കി തരാം. ഡോണ്ട് വറി. മനുഷ്യന്മാരല്ലേ, പലതരത്തിലുള്ള തെറ്റുകളുണ്ടാവും, പേടിക്കണ്ട. CA എൻ്ററിൻ്റെ ഒക്കെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒക്കെ. എല്ലാവർക്കും ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ഒന്നും വലിയ പ്രയാസമുള്ളതൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസറിലൊക്കെ എന്ത് ചെയ്യണം? ചെറിയ തെറ്റുകളൊക്കെ ചെറുതുണ്ടാവണം. ബർക്കത്തിനധികം ഇപ്പം ആക്കി കിട്ടും, ചെറുതുണ്ടാവണേ. ഓക്കെ അല്ലേ? അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടെ ഇപ്പം ആൻസറിൽ 9,360 × 1 രൂപ അടിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം എത്ര ആവും? 9,360 ആവില്ല. അപ്പം ആൻസർ മൊത്തം എന്ത് ചെയ്യും? മാറും. പ്രോഫിറ്റ് എന്തായി മാറും? ലോസായി മാറും. അപ്പം മക്കളെ നമ്മൾ ചെയ്യാൻ പോണ പരിപാടി ഫസ്റ്റിൽ നമുക്ക് ഈ 6000 മാറ്റിയിട്ട് എത്ര ആക്കാം? കാണും ഈ 0.50 അത് കുഴപ്പമില്ല, അവിടെ തന്നെ ആവട്ടെ. ഇത് മാറ്റിയിട്ട് നമുക്ക് എത്ര ആക്കാം? 3000 ആക്കാം. അപ്പോൾ ഇവിടെ 6000 തന്നെ ഹവേഴ്സ് വരും, കുഴപ്പമില്ല. അപ്പോൾ 6000 × പോയിന്റ് ഏതാക്കി? 5 ആക്കി. അങ്ങനെ ആക്കി ഞങ്ങൾ. അപ്പോൾ പ്രശ്നം തരുന്നില്ലേ? അപ്പോൾ പെർ അവർ അബ്സോർപ്ഷൻ റേറ്റ് എത്രയാണ്? 0.50. നമ്മളിവിടെ എത്രയാണ് അബ്സോർബ് ചെയ്യേണ്ടത്? 9360 × 0.50. ഓക്കെ അല്ലേ? 788 0.3200. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഇഫ് കറന്റ് അസറ്റ്. ഓക്കെ, കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്യല്ലേ? ടെക്സ്റ്റിൽ ആൻസർ കീയിൽ പറഞ്ഞ സാധനം എന്താ? നോട്ട്. The question asks calculate profit or loss, and usually that means the bottom line figure showing both contribution and net profit is the ultimate answer. Contribution useful for short term work decision, marginal cost, net profit ഏതാണ് കാൽക്കുലേറ്റ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എവിടെ മതിയോ ഇതിൽ വേണമെങ്കിൽ നിർത്താൻ പറ്റും എന്നുള്ള രീതിയിലാണ്. വെറുതെ ഒന്നും നോക്കണ്ട, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഏത് കാണും? നിങ്ങൾ ഏതാ കാണുക? പ്രോഫിറ്റ് വരെ കാണൂലേ അല്ലേ? എന്നാൽ മതി, വേറെ ഒന്നുമില്ല. നമുക്ക് കൂടുതൽ
കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഓക്കെ അല്ലേ? ചെയ്തൂടെ? ചെയ്യൂ, റിലാക്സ് ചെയ്ത് ചെയ്യൂ. വേറെ ഒന്നും പറയാത്തില്ലല്ലോ? എല്ലാ വർക്കിങ്സും പറഞ്ഞല്ലേ? ഓക്കെ. അപ്പോൾ ഇത് റെക്കമെൻഡഡ് ആണല്ലേ? റെക്കമെൻഡ് ടു അക്സെപ്റ്റ് ദ ഓഫർ ഫോർ ദ എത്രയാണ് നമുക്കിനെ എഴുതി വെക്കാം. ഇറ്റ് ഈസ് recommended to accept the offer which gives എത്ര രൂപ പ്രോഫിറ്റ് നൽകുന്നുണ്ട്? 3200. give profit of rupees 3200.